ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ അമ്പലത്തിൽ സത്യം പറഞ്ഞാൽ പോയില്ല. കാരണം അമ്പലത്തിൽ പോകാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് എനിക്കില്ല. കുഞ്ഞ് പറഞ്ഞ അമ്മ ഞാനൊരു കുറച്ച് നേരം കൂടെ ഉറങ്ങട്ടെ അമ്മ, എനിക്ക് എന്താ പറയുക നല്ല ഉറക്കം വരുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, കാരണം ഇപ്പോഴൊക്കെ അവൾക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞാൽ അവൾക്ക് സ്കൂളിൽ പോലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒട്ടും പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ പൊക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നെന്തായാലും ഫുഡ് നോൺ വെജ് ആയിരിക്കും. അപ്പം നോൺ വെജ് കഴിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്തായാലും ആ ഭാഗം ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങളിങ്ങനെ എല്ലാ അമ്പലങ്ങളിലൊക്കെ പോയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് അന്ന് എന്തോ വെജായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നും വാങ്ങിക്കണ്ട, ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, രാത്രി ഓർത്ത് പോകുന്നതല്ലേ, നമുക്ക് രാത്രി പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ എന്നാൽ പോയില്ല. അപ്പം എന്തായാലും വൈകിട്ടും പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ നോൺ വെജ് കഴിച്ച് വരുമ്പോൾ പിന്നെ എന്തായാലും വൈകിട്ടും ആ പൂക്കും നിറക്കില്ല. ദെൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫേസിൽ കുറച്ചൊക്കെ ഹെയർ ഉണ്ടായിരുന്നു, അതൊന്നും റിമൂവ് ചെയ്തു. പക്ഷെ എനിക്കിപ്പോൾ ഉണ്ടല്ലോ, ഈ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഇത്തിരി ഇച്ചിങ് ഒക്കെ വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇച്ചിങ് ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒന്ന് പുറത്ത് പോകണം. എപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ എത്തിപ്പെടുന്നത് നമ്മുടെ ഹൈലൈറ്റ് മാൾ. പ്രത്യേകിച്ച് വേറെ സ്ഥലങ്ങളൊന്നും എത്തിപ്പെടില്ല. ഹൈലൈറ്റ് മാൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അല്ലറ ചില്ലറ മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും വാങ്ങിക്കൽ കുറവാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈലൈറ്റ് മാളിലാകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ എല്ലാതും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ടൗണിലേക്കൊന്നും പോക്കില്ല. കാരണം ടൗണിലേക്കൊക്കെ പോകുമ്പോൾ നല്ല ബ്ലോക്ക് അല്ലേ. പക്ഷെ എനിക്കങ്ങനെ തിരിഞ്ഞ് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ. പക്ഷെ എന്തോ അവനത് വലിയ താല്പര്യമില്ല. അപ്പം പിന്നെ ഞാനും എന്ത് ചെയ്തു, ഓക്കെ ഹൈലൈറ്റ് മാളിಗೆ ഹൈലൈറ്റ് മാൾ. ഞങ്ങളെപ്പോഴും എല്ലാ ആഴ്ചയും തൃശ്ശൂരും അതുപോലെ തന്നെ ടൗണും കാര്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നതാണ്. ഫ്രണ്ട് വരുമ്പോൾ ഞങ്ങൾ മെയിനായിട്ട് അങ്ങനെയാണ്. പുള്ളിക്കാരി വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേ ചെയ്യും. ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളൊരു ഔട്ടിംഗ് ഒക്കെ പോവും. അങ്ങനെയാണ് പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കായാലും ഒരുപാട് ഒന്നാമത് ഈ ഒരു വെയിലത്തും കാര്യങ്ങൾക്കൊന്നും എനിക്ക് പുറത്ത് പോകുന്നത് ഒട്ടും താല്പര്യമില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ എന്താ പറയുക, പുറത്ത് പോക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് കഴിയും. പിന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം സമയം വേണം. പക്ഷെ അവനാണെങ്കിൽ അത് ഇഷ്ടമില്ല. അവനങ്ങനെ ആർക്ക് വേണ്ടി അധികം സ്പെൻഡ് ചെയ്യണത് വലിയ താല്പര്യമില്ല. അവൻ്റെ എന്താ പറയുക, പോവാ ഫുഡ് അടിക്കുക പോരാ, അല്ലെങ്കിൽ മൂവി കാണാം, ഓക്കെ. വേറെ അങ്ങനെ നമ്മളെന്തെങ്കിലും നിർബന്ധിക്കണം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമില്ല. ഇപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെ ഇങ്ങനെ എന്തെന്നു. പിന്നെ ആൾ ഓൾറെഡി അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ അങ്ങനെ വല്ലാതെ ഇങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെ നടന്ന് ഇവിടെ നടന്ന് അങ്ങനെയൊന്നും ഇഷ്ടമില്ല. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമല്ലല്ലോ. നമുക്ക് ഇങ്ങനെ ഈ പശുവിനെ അയച്ചിട്ട പോലെ കണ്ടിട്ടില്ല ടൗണിലൊക്കെ അങ്ങനെയൊക്കെ കിടന്ന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ മെയിനായിട്ട് സാധനങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാൻ വരുമ്പോൾ പുള്ളിക്കാരിയുടെ കൂടെയാണ് പോവുക. അപ്പം എനിക്കിഷ്ടമുള്ളതൊക്കെ എനിക്ക് ടൈം എടുത്ത് പതുക്കെ നോക്കി കണ്ട് പതുക്കെ വാങ്ങിച്ചു വരാം. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. സോ അപ്പം ഇന്ന് വെഡിങ് ആനിവേഴ്സറി വെച്ച് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നാൽ ഹൈലൈറ്റ് മാളിൽ പോകണം, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കറങ്ങും. എനിക്കങ്ങനെ ഒരുപാട് ഹെവി ഫുഡ് കഴിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തോ അങ്ങനെ ഫുഡ് കഴിക്കുക. സാധാരണ നോർമലി ആൾക്കാർക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, ഇഷ്ടമല്ലായില്ല. എന്നിരുന്നാൽ കൂടി അങ്ങനെ വലിയ താല്പര്യമില്ല. എന്തോ എന്താ പറയുക, എന്തോ അങ്ങനെ ആയിപ്പോയി ഇപ്പോൾ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കഴിക്കാം, ഓക്കെ, ഇഷ്ടമുണ്ട്. പക്ഷേ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ഈ കണക്കിന് ഫ്രണ്ട് വരുമ്പോഴായാലും ഞങ്ങൾ പുറത്ത് പോയാലും ഈ പറഞ്ഞ പോലെ അധികമൊന്നും എനിക്കങ്ങനെ വല്ലാതെ ചോയ്സ് ഒന്നും അധികം ഇഷ്ടമല്ല. അങ്ങനെ ഫുഡ് കഴിക്കാം, ഇങ്ങനെ ഫുഡ് കഴിക്കാം. എന്നാലും ഓക്കെ, ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്വാണ്ടിറ്റിയും കഴിക്കൂല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള സമയം നമ്മളൊരു 10 മണിയാവില്ലേ, രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ഫോൺ തോണ്ടിക്കൊണ്ടൊക്കെ എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നും. അങ്ങനെ അപ്പം പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്തായാലും ഇത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പണിയുണ്ട്. എൻ്റെ തുണികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മണി കഴിയുമ്പോഴൊക്കെ പോവാമെന്ന് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഷോപ്പിങ്ങോ കാര്യങ്ങളുണ്ടോ എന്ന് അറിയില്ല. എന്തെങ്കിലും വാങ്ങി തരുമെന്നും അറിയില്ല, നോക്കി കാണാം. ഓൾറെഡി ഞാൻ കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു.
ഇനി എന്താ പറയുക, മെയിൽ ഞങ്ങൾക്ക് കുറച്ച് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞങ്ങളുടെ അമ്പലത്തിൽ, നമ്മളുടെ അമ്പലത്തിൽ തോറ്റം അങ്ങനെയൊക്കെ പറയില്ലേ, തോറ്റംപാട്ട് കാര്യങ്ങൾ അങ്ങനെ പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും അപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഞാനങ്ങനെ കുറച്ചൊക്കെ അതിനൊക്കെ മൈൻഡ് വെച്ചിരിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത മാസമാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. എനിക്കങ്ങനെ മുന്നേ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് അത്രയും വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും കാണുമ്പോൾ അയ്യോ ആ കാശുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇത് വാങ്ങിച്ചാൽ മതിയായിരുന്നു, എനിക്കിപ്പോൾ നല്ലത് കിട്ടിയേനെ, അങ്ങനെ ചില സമയത്ത് എനിക്ക് അങ്ങനത്തെ ചിന്തകൾ വരും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളത് വരും, പെട്ടെന്ന് ധൃതി കാണിച്ച് ഞാൻ അത് ഇത് അങ്ങനെ വാങ്ങിക്കില്ല. അഥവാ ഒട്ടും കിട്ടാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കുന്നല്ലാണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ വാങ്ങിക്കില്ല. വെയിറ്റ് ചെയ്തിരിക്കും നല്ലത്. കാരണം നമ്മൾ പെട്ടെന്ന് കാണുന്നതും നമ്മൾ എന്താ പറയാ, ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാനുള്ളത് കിട്ടില്ലേ, അങ്ങനെയാണ് ഞാൻ. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചിരുന്ന ടൈം എടുത്ത് പതുക്കെ സെറ്റ് ആക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ്സിങ് ഇങ്ങനെ കോഡുണ്ട്. നമുക്ക് ഇങ്ങനെ ഇന്ന ഡ്രസ്സ് എല്ലാവരും, പെണ്ണുങ്ങളൊക്കെ ഒരു ടൈപ്പ് ഡ്രസ്സ്, ആണുങ്ങൾ വേറെ ടൈപ്പ് ഡ്രസ്സ്, അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരുപാട് എന്താ പറയാ, ഒരുപാട് ഹെവി അങ്ങനെ ഓർണമെന്റ്സ് കാര്യങ്ങളൊന്നും അതിനിങ്ങനെ ഇടാൻ ഇഷ്ടമല്ല. എന്നിരുന്നാൽ കൂടി ഈ വട്ടം ഒന്ന് ഗംഭീരാക്കണമെന്നുണ്ട്, എന്നാൽ സിമ്പിൾ ആക്കണമെന്നുണ്ട്. ഗംഭീരായി കഴിഞ്ഞാൽ തോന്നും അയ്യോ സിമ്പിളായാൽ മതിയല്ലോ, സിമ്പിളായി തോന്നും ഓ കുറച്ചുകൂടി ഇതാണ്. അതാണ് എനിക്കറിയില്ല ഞാൻ എന്താ അങ്ങനെയെന്ന്. അതിനുശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സാധിച്ചില്ല. ഈ പറഞ്ഞ പോലെ നേരെ ഞങ്ങള് ഹൈലൈറ്റ് മാളിൽ പോയി. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, ഇപ്പോഴും ഹൈലൈറ്റ് മാളിലല്ല പണി. അങ്ങോട്ട് പോയി കുറച്ചു നേരം ഞങ്ങൾ ആദ്യം വിചാരിച്ചൊരു കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം. പക്ഷെ പിന്നെ ആലോചിച്ചു അയ്യോ വേണ്ട, ഞാൻ ഷുഗർ ഒന്നും ഇപ്പം അങ്ങനെ കഴിക്കില്ല, ഷുഗർ കട്ടില്ല എന്ന് സ്വയം പറയുന്ന ഞാനായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചാൽ അതും ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. ഭാഗ്യം വലിയ കേക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ഞാൻ തിന്ന് തീർക്കണ്ട. എനിക്കാണെങ്കിലോ അങ്ങനത്തേക്ക് ചില സമയത്ത് കണ്ടാൽ ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പൊ എന്തായാലും ഇന്ന് അങ്ങനെ തിന്നാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഫുഡ് എന്ത് കഴിക്കുന്ന ആലോചിച്ച കുറെ ഓപ്ഷൻസ് ഒക്കെ എനിക്ക് കിട്ടി. എന്നാൽ ഞാൻ പറഞ്ഞ പിസ്സ കഴിക്കുന്നത്, പക്ഷെ അവിടെ പിസ്സയിൽ ഭയങ്കര ഡിലേ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ബർഗർ കിങ്ങിൽ പോയി ഓരോ ബർഗറൊക്കെ കഴിച്ച് സെറ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ എന്തോ കിറ്റ്കാറ്റ് ഷേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. അന്ന് എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായിരുന്നു, ഇന്ന് എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയിരുന്നില്ല. പിന്നെ അവൻ പറഞ്ഞു ബർഗർ വലിയ കാര്യമില്ല, ഇന്നത്തെ ബർഗർ വലിയ ടേസ്റ്റും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൂഡ് പോയി, കംപ്ലീറ്റ് മൂഡ് പോയി. പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് കുഞ്ഞിനൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം അവൾക്കാണെങ്കിൽ ഫ്രൈസ് ഭയങ്കര ഇഷ്ടം. അപ്പം അത്രയേ ഉള്ളൂ, ബൈ.